കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടുള്ള രൂപകൽപ്പനയും 600 കിലോമീറ്റർ വരെ ആക്രമണശേഷിയുമുള്ള പുതുതലമുറ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റെൽത്ത് ഡ്രോൺ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ ഏജൻസിയായ DRDO. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആധുനിക യുദ്ധങ്ങളിൽ ഏറ്റവും വേഗത്തിൽ മാറുന്ന മേഖലകളിലൊന്നാണ് ഡ്രോൺ സാങ്കേതിക വിദ്യ. യുദ്ധവിമാനങ്ങളുടെയും മിസൈലുകളുടെയും പുറമെ ഇപ്പോൾ ഡ്രോണുകൾ തന്നെ യുദ്ധഭൂമിയിലെ പ്രധാന ആയുധമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ ഏജൻസിയായ DRDO പുതുതലമുറ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റെൽത്ത് ഡ്രോൺ സാധ്യമാക്കിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പുതിയ ഡ്രോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ റഡാറിൽ കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടുള്ള രൂപകൽപ്പനയും 600 കിലോമീറ്റർ വരെ ആക്രമണശേഷിയും ഉണ്ടെന്നതാണ്. പുതിയ ഡ്രോൺ സാധാരണ ഡ്രോണുകളെ പോലെ പ്രൊപ്പല്ലർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതല്ല. അതിനു പകരം ജെറ്റ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ വേഗപരിധിയും ദൂരപരിധിയും കൂടുതലാണ്. ഏകദേശം 300 മുതൽ 600 കിലോമീറ്റർ വരെയാണ് പുതിയ ഡ്രോണിന്റെ ദൂരപരിധി. ശത്രുപ്രദേശത്തേക്ക് ആഴത്തിൽ കടന്ന് ആക്രമണം നടത്താനുള്ള കഴിവ് ഇതിനുണ്ട്. റഡാറിന് പിടിച്ചെടുക്കാനാവാത്ത സ്റ്റെൽത്ത് ഡിസൈനോടെയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. ശത്രുവിന്റെ റഡാർ സ്റ്റേഷനുകൾ, വ്യോമ പ്രതിരോധ സംവിധാനം, കമാൻഡ് സെന്ററുകൾ എന്നിവയെ കൃത്യമായി ലക്ഷ്യമിടാൻ ഈ പുതിയ ഡ്രോണിനാകും. ഇത് ലോയിറ്ററിംഗ് മ്യൂണീഷൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആയുധമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോയിറ്ററിംഗ് മ്യൂണീഷൻ എന്നാൽ ഡ്രോൺ ആദ്യം ലക്ഷ്യപ്രദേശത്തിന് മുകളിലൂടെ പറന്ന് നിരീക്ഷണം നടത്തും. ശരിയായ ലക്ഷ്യം കണ്ടെത്തിയാൽ അത് ഉടനെ കാമികാസെ രീതിയിൽ ആക്രമണം നടത്തും. പുതിയ ഡ്രോണിന്റെ രൂപകൽപ്പനയാണ് അതിന്റെ ഏറ്റവും വലിയ രഹസ്യം. പരമ്പരാഗത വിമാനങ്ങളെ പോലെ വലിയ ഫ്യൂസലേജ് അല്ലെങ്കിൽ വാൽഭാഗം ഇതിനില്ല. മറിച്ച് സ്റ്റെൽത്ത് വിംഗ് ഡിസൈൻ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. അതിനാൽ റഡാർ ക്രോസ് സെക്ഷൻ അഥവാ റഡാർ പ്രതിഫലനം വളരെ കുറവായിരിക്കും. ഇത്തരം ഡിസൈൻ പല സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. അതിനാൽ ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങൾക്ക് ഈ ഡ്രോണിനെ കണ്ടെത്തുക എന്നത് വളരെയേറെ പ്രയാസകരമായ ദൗത്യമാണ്. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം സ്വാം ടെക്നോളജിയാണ്. അതായത് ഒരൊറ്റ ഡ്രോണായല്ല, പല ഡ്രോണുകൾ ഒരുമിച്ച് ഗ്രൂപ്പായി പറക്കുകയാണ് ചെയ്യുക. അവ പരസ്പരം വിവരങ്ങൾ പങ്കിടും, ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സംയുക്തമായി ആക്രമണം നടത്തും. ഇത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒറ്റയടിക്ക് തകർക്കാനുള്ള യുദ്ധതന്ത്രമാണ്. ഈ സാങ്കേതിക വിദ്യ വിജയിക്കുന്നതോടെ ഇന്ത്യക്ക് ദൂരെയുള്ള ശത്രു കേന്ദ്രങ്ങളെ കൃത്യമായി ആക്രമിക്കാനാകും. സൈനികരുടെ ജീവൻ അപകടത്തിലാകാതെ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താം. ആദ്യഘട്ടത്തിൽ തന്നെ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കാനും ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ച് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറഞ്ഞ ചെലവിൽ വലിയ ആഘാതമേൽപ്പിക്കാൻ ഇത്തരം സ്റ്റെൽത്ത് ഡ്രോണുകൾ വഴിയൊരുക്കും എന്നതാണ്. ഇന്നത്തെ ലോകത്ത് യുദ്ധരംഗം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഡ്രോണുകൾ, കൃത്രിമ ബുദ്ധി, സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്നിവയാണ് പുതിയ ആയുധ മത്സരത്തിന്റെ കേന്ദ്രം. ഇത്തരത്തിലുള്ള ജെറ്റ് പവർ സ്റ്റെൽത്ത് ഡ്രോണുകൾ വിജയകരമായി വികസിപ്പിക്കുന്നതിലൂടെ ഇന്ത്യക്ക് ആഗോളതലത്തിൽ നൂതന ആയുധ സാങ്കേതിക വിദ്യാ രംഗത്ത് വലിയ മുന്നേറ്റം നേടാനാകും. വാർത്തയുടെ നിറം തേടി തനിനിറം.